അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇന്നലെ ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടുപേരും പൊതുമധ്യത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അങ്ങ് ടീച്ചർക്ക് ഉണ്ടായ വിഷമത്തിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നത് വ്യക്തമാക്കിയതിനു ശേഷം ഇതൊരു ഔദാര്യമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെയുള്ള ഖേദപ്രകടനത്തിന്റെ എല്ലാ സാധുതയും സ്വയം റദ്ദാക്കുന്നതിന് തുല്യമല്ലേ? അതൊരു ഔദാര്യം കാണിക്കേണ്ട കാര്യമാണോ കോടതി കയറിയ കാര്യം? തെറ്റല്ലേ ഈ പറയുന്നത് തന്നെ? കോടതി എന്നോട് പറഞ്ഞോ റിഗ്രറ്റ് ചെയ്യാൻ? കോടതിയിൽ ഈ വിഷയം വന്നിട്ടില്ലല്ലോ. കോടതിയിൽ കണ്ണൂർ കോടതിയിൽ ഞാൻ ജാമ്യം എടുത്തു. കണ്ണൂർ കോടതി കേസ് നടത്തുന്ന വക്കീലുമാർക്ക്, താഴെ കോടതിയിൽ കേസ് നടത്തുന്ന വക്കീലുമാർക്ക് അറിയാവുന്ന ഒരു കാര്യം, അരുൺകുമാറിന് അറിയുമെന്ന് എനിക്കറിയില്ല, കേസിൽ ചാർജ് ഫ്രെയിം ചെയ്യണം. കണ്ണൂർ കോടതിയിൽ ചാർജ് ഫ്രെയിം ചെയ്തിട്ടില്ല. കണ്ണൂർ കോടതിയിൽ ഞാൻ ജാമ്യം എടുത്തു. രണ്ടാമത്തെ പ്രാവശ്യം ശ്രീമതി ടീച്ചറിൻ്റെ വക്കീൽ അരുൺകുമാറല്ല, ശ്രീമതി ടീച്ചറിൻ്റെ വക്കീൽ ശശിയാണ് എന്നോട് പറയുന്നത് കേസ് നിൽക്കില്ല. എനിക്കറിയാം കേസ് നിൽക്കില്ല എന്ന്. ഞാനത് ശ്രീമതി ടീച്ചറോട് പറഞ്ഞു. അപ്പം നമുക്കത് മീഡിയേഷനിൽ ഒരു ഖേദം പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ? ഞാൻ പറഞ്ഞു ശരി, എനിക്കൊരു വിരോധവുമില്ല. അങ്ങനെ ഞാൻ കണ്ണൂരിലെ മീഡിയേഷനിൽ ഇതൊന്നും ഈ അരുൺകുമാറിന് അറിയില്ല, പിന്നെ വെറുതെ അരുൺകുമാർ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കണ്ണൂരിലെ മീഡിയേഷനിൽ വെച്ച് ഞാൻ ഖേദം രേഖപ്പെടുത്തി. ആ ഖേദം രേഖപ്പെടുത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഖേദം രേഖപ്പെടുത്തിയത്. ടീച്ചർ പറഞ്ഞു എനിക്ക് അവഹേളനമാണ്, എനിക്ക് വീട്ടിൽ നിൽക്കാൻ വയ്യ, നാട്ടിൽ ഇറങ്ങാൻ വയ്യ, എൻ്റെ മകന് വീട്ടിൽ പോകാൻ വയ്യ, ഭയങ്കര കഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി ടീച്ചറെ, ടീച്ചറുടെ മനോവ്യഥയിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു. അതങ്ങനെയാണ് ആ കണ്ണൂരിലെ മീഡിയേഷനിൽ രേഖപ്പെടുത്തിയത്. അതോടെ കേസ് തീർന്നു. അതിനുശേഷം ഈ ശശി എന്ന് പറയുന്ന ടീച്ചറുടെ വക്കീൽ 5 പ്രാവശ്യമാണ് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് തീർന്നു എന്ന് പറയുന്നു. പിന്നെ ആരോ പറഞ്ഞിട്ട് ടീച്ചർ ഞാൻ അവിടെ ഖേദം പറഞ്ഞത് പത്രങ്ങളിൽ പറയണം എന്ന് ടീച്ചർ ആവശ്യപ്പെട്ടു. ടീച്ചർ അത് ആവശ്യപ്പെട്ടപ്പോൾ ഞാനാണ് ഹൈക്കോടതിയിൽ വന്ന് ഇത് ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തത്. ഹൈക്കോടതിയിൽ ഈ FIR ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് ഞാനാണ്. അപ്പോഴാണ് അത് വീണ്ടും മീഡിയേഷനിൽ വെച്ചത്. അപ്പോൾ ഞാൻ മീഡിയേഷനിൽ ടീച്ചറോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ഓൾറെഡി ഖേദം പറഞ്ഞതല്ലേ. അപ്പോൾ ടീച്ചർ വീണ്ടും കഥകൾ പറയാൻ തുടങ്ങി. നോക്കൂ, നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ കുറച്ച് പത്രക്കാരുണ്ടാവും, അവരോട് ഗോപാലകൃഷ്ണൻ ഒന്ന് പറയണം, ഞാനിത് പറയില്ല എന്നവരോട് പറഞ്ഞതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് മാതൃഭൂമി ചാനലിലാണ്, മാതൃഭൂമി ചാനലിൽ ഞാനിത് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഈ അരുൺകുമാറിന് മുമ്പിൽ വെച്ചാൽ ഞാനിത് പറയണത്. അപ്പോൾ അരുൺകുമാർ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു. അതല്ല, ചാനലിൽ പറഞ്ഞാൽ പോരല്ലോ, കാരണം ചാനലിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കേൾക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇതൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ ഈ ടീച്ചറുടെ വിഷമം കണ്ടപ്പോൾ എന്നാ ശരി എന്ന് പറഞ്ഞ് എൻ്റെ തീരുമാനമാണ്, ഇത് അതിന് പറഞ്ഞിട്ടുള്ള തീരുമാനമല്ല. അത് മീഡിയേറ്ററോ അല്ലെങ്കിൽ കോടതിയോ ഒന്നും പറഞ്ഞതല്ല. ഇപ്പം മാധവും പറഞ്ഞത് കോടതി പറഞ്ഞിട്ട്, ഏത് കോടതി? ഞാനൊന്ന് തീർത്തോട്ടെ പറയട്ടെ. ഞാൻ എൻ്റെ തീരുമാനമാണ്, എന്നോട് ഇവർ സംസാരിച്ചു, അല്ലാണ്ട് കോടതി പറഞ്ഞതോ ഒന്നുമല്ല, എൻ്റെ തീരുമാനമാണെന്ന്. ശരി, ഞാൻ എന്നാൽ പത്രക്കാരോട് പറഞ്ഞേക്കാം. ഒരു മാന്യമായ കേരളത്തിലെ ഒരു പൊതുരംഗത്തെ ഒരു മാന്യത സൂക്ഷിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്തത്. എനിക്കത് പറയാതിരിക്കാലോ? എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? എനിക്കിത് പറ്റില്ല എന്ന് പറയാലോ? എനിക്കിത് വേണ്ടാന്ന് പറയാലോ? ഇതിനകത്ത് എനിക്ക് എന്ത് തീരുമാനമെടുക്കാം? ശ്രീമതി ടീച്ചർ മരിച്ചു പോയാലും കേസ് തീരൂല, അതെൻ്റെ തീരുമാനമല്ലേ. പക്ഷേ എൻ്റെ തീരുമാനം ഞാനെടുത്തു. ആ ടീച്ചറുടെ കണ്ണുനീര് കണ്ട് ഞാനത് മാന്യതയിൽ ഒരു മാതൃകാപരമായ ഖേദം ഞാൻ രേഖപ്പെടുത്തി. അതിനെ ഞാൻ മാപ്പ് പറഞ്ഞു. മാപ്പ് പറയാമെന്ന് പറഞ്ഞാൽ അപ്പോളജിയാണ്, ഞാൻ റിഗ്രറ്റാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പറയുന്നത് ഒരു മാന്യതയാണ്. ഇന്നത്തെ കേരള രാഷ്ട്രീയ